അധിക്ഷേപ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന. അത് ആദ്യം കേൾക്കാം. എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. പക്ഷേ പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിരക്കി ആളുകൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഗോകുൽ VS ഉണ്ട് വിവരങ്ങളുമായി. പക്ഷേ ഇത് ഇങ്ങനെയൊരു മന്ത്രി എങ്ങനെയാണ് സംസാരിക്കുക എന്നത് അതിശയകരമാണ്. ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേട്ടാലും സാധാരണ നിലയിൽ ഒരു നാക്കുപിഴവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായി വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു പ്രതികരണത്തിനപ്പുറത്തേക്ക് വളരെ ഗൗരവതരമായ പ്രതികരണമാണ്, അധിക്ഷേപമാണ് മന്ത്രി CP ജോണിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. സാധാരണ നിലയിൽ ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതല്ല. അത്രത്തോളം മോശമായ പ്രതികരണമാണ് ഉണ്ടാകുന്നത്. മക്കളെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്വകാര്യ സ്കൂളുകളിൽ വരുന്നു, പക്ഷേ അച്ഛനും അമ്മയ്ക്കും അസുഖം വന്നാൽ ആശുപത്രി വരാന്തയിലേക്ക്, സർക്കാർ ആശുപത്രിയുടെ വരാന്തയിലേക്ക് വരുന്നു. സൗജന്യം എന്ന് കേട്ടാൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. ഇതിൽ പരം അധിക്ഷേപം സാധാരണ നിലയിൽ ഉണ്ടാകേണ്ടതില്ല. ഇങ്ങനൊരു അധിക്ഷേപം എങ്ങനെയാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് ഇങ്ങനെ ഒരു പൊതുവേദിയിൽ സംസാരിക്കാൻ കഴിയുന്നത് എന്നത് ചിന്തിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ അടക്കം ഇക്കാര്യം പരിശോധിക്കും, സ്വാഭാവികമായും ഇക്കാര്യം ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രിയദർശിനി എന്നത് മന്ത്രിയുടെ ഔദാര്യമല്ലല്ലോ. ഗോകുൽ VS വിവരങ്ങളുമായി. ഗോകുൽ, ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനൊരു പ്രതികരണം വന്നത്? തീർച്ചയായും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിനാണ് ഈ വിവാദ പ്രസ്താവന നടത്തിയത്. പൈസ ഇല്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു, എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. ഫീസ് ഇല്ലാത്ത സ്വകാര്യ സ്കൂളിൽ പോലും മക്കളെ വിടുന്നില്ല. ബസ് വന്നാൽ പൈസ കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും, അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല എന്നുള്ള പരാമർശങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഏതോ സർക്കാർ നൽകുന്ന സൗജന്യം ഒരു ഔദാര്യം പോലെയാണ് മന്ത്രി പറയുന്നത്. അതിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ, പ്രധാനമായും സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സമ്മേളനത്തിലാണ്, കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയത്. ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ നൽകുന്നത് അത് സ്വാഭാവികമായും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി സർക്കാരുകൾ ചെയ്യുന്നതാണ്. അതിനെ ഇത്തരത്തിലൊരു കണ്ണിലൂടെ കാണുകയും ഒരു മന്ത്രി ഇങ്ങനെ ഒരു പരാമർശം നടത്തുകയും ചെയ്യുന്നത് ഒട്ടും യോജിക്കുന്ന ഒരു കാര്യമല്ല. VD സതീശൻ സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധി അനൗൺസ് ചെയ്ത പ്രോഗ്രാമാണ്. അത് CP ജോണുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടല്ല. CP ജോൺ ഒരു ഘടകകക്ഷിയുടെ മന്ത്രിയായി മന്ത്രിസഭയിലേക്ക് എത്തിയതാണ്. അതും കോൺഗ്രസിന്റെ പിന്തുണയിൽ ഒരു പ്രധാനപ്പെട്ട സീറ്റ് നൽകുകയും വിജയിക്കുകയും മന്ത്രി പദവിയിലേക്ക്, പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് എത്തുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഔദാര്യം പലരും പലയിടത്തും വരുന്നുണ്ട്. പക്ഷേ സ്ത്രീകളെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന തരത്തിൽ പറയാനുള്ള സാഹചര്യം എന്താണ്? അതാണ് മനസ്സിലാകാത്തത്. അത്രത്തോളം അധിക്ഷേപകരമാണ് മന്ത്രിയുടെ പെരുമാറ്റം, മന്ത്രിയുടെ ഇടപെടൽ. അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണ്? പിന്നെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അതുകൊണ്ട് സ്വകാര്യ സ്കൂളിൽ കൂടുതൽ ഫീസ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മറ്റ് ആശുപത്രി ചിലവ് മാറ്റിവെച്ചാലും കുട്ടികളെ നല്ല സ്കൂളിൽ ചേർക്കും. അതൊക്കെ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ മന്ത്രിക്കെന്ന് സംശയമുണ്ടല്ലോ. ഈ വേദിയിൽ ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണ്? അക്കാര്യത്തിൽ വ്യക്തതയുണ്ടോ?
അതായത് ഇത് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ, അതായത് സ്വകാര്യ ബസ് ഉടമകളുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ സ്വാഭാവികമായി പക്ഷെ കൈയടിക്ക് വേണ്ടിയോ മറ്റോ പറഞ്ഞതാണോ എന്നറിയില്ല. ഏതായാലും അതൊരു പക്ഷെ സ്ത്രീ സമൂഹത്തെ അല്ലെങ്കിൽ അങ്ങനെ പ്രിയദർശിനി ബസ്സിൽ പോകുന്ന സ്ത്രീകളെ ഒക്കെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലായി പോയി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് ഈ സമ്മേളനം പാലക്കാട് ചേർന്നത്. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം മന്ത്രി ഇവിടെ ജില്ലയിലെത്തിയിരുന്നു, ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വരുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപകരമായ പരാമർശം എന്നുള്ളതിനപ്പുറത്തേക്ക് സ്ത്രീകളെ ആകെ തന്നെ ആക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരാമർശമായി അത് മാറുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ള സ്വകാര്യ, അത് സ്വാഭാവികമായ ഒരു വിഷയം കൂടി അതിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്നുണ്ടെങ്കിൽ ആ സ്കൂളിലെ സൗകര്യങ്ങളോ മറ്റു പ്രശ്നങ്ങളോ കൂടി സർക്കാരാണ് അത് പരിശോധിക്കേണ്ടത്. അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. മാത്രവുമല്ല ഈ കോൺഗ്രസിന്റെ ഒരു അഭിമാന പദ്ധതിയായാണ് കോൺഗ്രസ് ഈ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ആ മന്ത്രിസഭയിലെ UDF മന്ത്രിസഭയിലെ അംഗമാണ്. അത് അത്തരത്തിലൊരു കൂട്ടുത്തരവാദിത്വം കൂടി ഇതിന്റെ വിഷയത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് മന്ത്രി കാണുന്നത് എന്നുള്ളൊരു അദ്ദേഹത്തിന്റെ മനോനിലയാണ്, അല്ലെങ്കിൽ ആ വികാരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബസ് വന്നാൽ പൈസ കുറഞ്ഞ ട്രാൻസ്പോർട്ട് ബസ്സിൽ തള്ളിക്കയറും, അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല തുടങ്ങിയ പരാമർശങ്ങൾ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഒട്ടും യോജിച്ച ഒരു തരത്തിലുള്ള ഒരു പരാമർശമല്ല. ഒരു നാക്കുപിഴയായി പോലും നമുക്ക് അതിനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. നാക്കുപിഴയായി പോലും കാണാൻ കഴിയാത്ത അധിക്ഷേപ പരാമർശമാണ്. സാധാരണ ഒരു മന്ത്രിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പരാമർശമാണ്.